മുൻ എസ് പി ശ്രീ സക്കറിയ ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സക്കറിയ ജോർജ്, വളരെ വ്യക്തമായിട്ട് താങ്കളും ശ്രദ്ധിക്കുന്നുണ്ടാകും ഈ ചേർത്തലയിലെ പള്ളിപ്പുറത്തെ ഈ തിരോധാന കേസ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൊടും കുറ്റവാളി സെബാസ്റ്റ്യൻ്റെ സ്വഭാവ സവിശേഷതകളടക്കം, സവിശേഷത എന്നുള്ളതിനപ്പുറം ആ സ്വഭാവ വൈകൃതങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം, അതിൽ പണമിടപാടുകൾ ബാങ്കിൽ അയാൾ നടത്താറുണ്ടായിരുന്നില്ല 2012 ശേഷം. അതായത് ആദ്യത്തെ കേസ് വന്നതിന് ശേഷം പരിപൂർണമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ തെളിവുണ്ടാകാതിരിക്കാനാണോ, അതോ മറ്റുള്ളവരെ അയാൾക്ക് വിശ്വാസമില്ലാതിരുന്നതുകൊണ്ടാണോ, ഇങ്ങനെയുള്ള ഒരു വിഷയം അതിനകത്ത് നിൽക്കുന്നു. ഒപ്പമാണ് എല്ലാ കേസുകൾക്കും ഇടയിലും 6 വർഷത്തെ ഇടവേള സംഭവിക്കുന്നുണ്ട്. എല്ലാ ഈ സീരിയൽ സൈക്കോ കില്ലറുകൾ അല്ലെങ്കിൽ ഇത്തരം സൈക്കോകളെല്ലാം ഇങ്ങനെ ഒരു പാറ്റേണുകളിലൂടെ ആണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കത് ഈ സിനിമകളിലൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് അതങ്ങനെ തന്നെയാണോ താങ്കളും കണക്കാക്കുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥർ അത്തരം പാറ്റേണുകളൊക്കെയാണോ ഇത്തരം കേസുകൾ കാണാറുള്ളത്? നമുക്കിവിടെ പൊതുവെ നമുക്ക് മോഡസ് ഓപ്പറാൻഡി പറഞ്ഞുകൊണ്ട് എംഒ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തില് പോലീസ് മാനുവല് 1969 എഴുതുമ്പോൾ ഒരു മോഡസ് ഓപ്പറാൻഡി ക്ലാസിഫിക്കേഷൻ വന്നു. അതനുസരിച്ച് അന്നൊക്കെയുള്ള ചിന്ത എന്ന് പറഞ്ഞാല് ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ആള് മിക്കവാറും ആ മോഡസ് ഓപ്പറാൻഡിക്ക് അടുത്തുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുള്ളെന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷെ ഇന്ന് കുറ്റകൃത്യങ്ങൾക്ക് പറ്റിയിട്ട് യാതൊരു എത്തും പിടിയില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ആൾക്കാർക്ക് അവരോട് ഇഷ്ടമുള്ള പോലെ കുറ്റകൃത്യങ്ങള് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയായി. കാര്യം എല്ലായിടത്തും അതിന്റെ പ്രശ്നമുണ്ട്. നമ്മുടെ പോലീസ് സംവിധാനത്തിലെ ലാക്ക് ഓഫ് പ്രൊഫഷണലിസം ഉണ്ട്, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ട്. ജുഡീഷ്യറിയും കാര്യക്ഷമമായിട്ട് പലപ്പോഴും അവരും പോലീസിനെ അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ അപ്ഹോൾഡ് ചെയ്യത്തക്കവണ്ണമുള്ള സ്ട്രോങ് ആക്ഷൻസ് ചില കാലഘട്ടത്തിൽ വരുന്നില്ല എന്നുള്ള ഒരു കാര്യം ഒരു സത്യമാണ്. എന്നാൽ ചില സമയത്ത് ഈ രാജ്യത്തിന്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന മഹത്തരമായ ഒരു വിധി അല്ല ഒട്ടനവധി വിധികൾ വരുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ പറയുമ്പം ജസ്റ്റിസ് വർമ്മയുടെ കേസിനകത്ത് തന്നെ സുപ്രീം കോടതി അദ്ദേഹം ഉയർത്തിയ വാദങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഈ ജുഡീഷ്യറിയും ലെജിസ്ലേഷനും അതുപോലെ ബ്യൂറോക്രസി എസ്പെഷ്യലി പോലീസ് 3 പേരും ഒരുമിച്ച് നിന്നാലേ രാജ്യത്ത് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ എവിടെയും ഒരു അലസതയോ അല്ലെങ്കിൽ കാര്യക്ഷമതയോ ഇല്ല വന്നാൽ നമ്മുടെ വ്യവസ്ഥിതിയെ വളരെയധികം കാര്യമായി ബാധിക്കും. ഞാൻ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ഇരുന്ന സമയത്ത് ഞാൻ എഴുതി കൊടുത്തിരുന്നു, ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മോഡസ് ഓപ്പറാൻഡി പ്രൊഫൈല് നമ്മൾ പഠിച്ചിട്ട് അത് പുതിയ എംഒസ് വേണം. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഇപ്പൊ കമ്പ്യൂട്ടർ ഗാഡ്ജറ്റ്സും കാര്യങ്ങളും ഒക്കെ മോഷ്ടിച്ചാല് അത് അൺക്ലാസിഫൈഡ് 4U എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷെ അങ്ങനെ 4Uയിൽ ഇട്ട് കഴിഞ്ഞാൽ അൺക്ലാസിഫൈഡ് ആണ്. അതിലിട്ടാല് ഏതാണ് എന്താണെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാര്യം കമ്പ്യൂട്ടർ ഗാഡ്ജറ്റ്സ് എന്തെല്ലാം ഇന്ന് ഈ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പോലീസ് നേതൃത്വത്തിൽ അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല. ഞാൻ എഴുതി കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വളരെ ബ്രെയിൻ സ്ട്രോമിംഗ് സെഷൻ നടത്തി ക്ലാസിഫിക്കേഷൻ മോഡിഫൈ ചെയ്തുകൊണ്ട് നല്ലത് വരുമെന്ന്. അപ്പം കുറ്റവാളികൾക്കൊക്കെ അറിയാം ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ എന്തോ കുറ്റം ചെയ്താലും കുറച്ച് സ്വാധീനവും കുറച്ച് പണവും ഒക്കെ ഉണ്ടെങ്കിൽ പതുക്കെ ഊരിപ്പോരാന്ന്. അത് നമ്മുടെ ആക്ഷൻ കൗൺസിലിന്റെ അദ്ദേഹം തന്നെ ഞാനോട് പങ്കെടുത്ത ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുണ്ടായി. ഇതെല്ലാം കോമൺ മാൻ എല്ലാം അറിയാം. അപ്പൊ നമ്മുടെ സിസ്റ്റത്തെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങളില്ല. കാര്യം ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുത്തൻ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അതിന്റെ ഉപയോഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനുഷ്യൻ കുറ്റകൃത്യം ചെയ്യും. നല്ല ആൾക്കാര് അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമായി അവർ ജീവിക്കും. പക്ഷെ കുറ്റവാളികള് തിരിച്ച് അവർ ദോഷം കാണിക്കാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ പോലീസ് മുൻകൂട്ടി കാണണം. നമ്മൾ പോലീസ് മുൻകൂട്ടി കാണുന്നില്ല എങ്കിൽ എന്ത് പറ്റും? കുറ്റകൃത്യം കൂടുന്നു, കുറ്റവാളികളെ പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതിന്റെ പുറകെ ഓട്ടമാണ്. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ജീവൻ ആർക്കും എടുത്തു കൊടുക്കാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഡോക്ടേഴ്സിന് പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ പോലീസ് ഈ രീതിയിൽ ടു പ്രിവെന്റ് ക്രൈംസ്, അതുപോലെ പോലീസിന്റെ മോട്ടോയിൽ തന്നെ പറയുന്നത് പിന്നെ ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺ ആണ്. ലൈഫാണ്, ലൈഫ് കഴിഞ്ഞുള്ള പ്രോപ്പർട്ടി. അപ്പൊ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ പോലീസ് പ്രവർത്തിക്കണം. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറഞ്ഞ് കോടികൾ ചെലവാക്കി. പക്ഷെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സാമൂഹിക സുരക്ഷ ലാക്കാക്കിക്കൊണ്ടായിരുന്നു.
കോടികൾ പൊട്ടിച്ചതും അന്നത്തെ കുറെ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് അവരുടെ പേരിൽ സ്വന്തമായിട്ടുള്ള പേരും പ്രശസ്തി ഉണ്ടാക്കാൻ ശ്രമിച്ചതല്ലാതെ കാര്യക്ഷമമായിട്ട് ഈ പോലീസ് സിസ്റ്റത്തെ ഒന്ന് ഇത് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഉത്തമമായ ഒരു ജീവിതം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ല. ഇപ്പം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ഇപ്പൊ ആഘോഷങ്ങളൊക്കെ നടത്താൻ പോകുന്നു. അപ്പം എന്തുകൊണ്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനെ കൊണ്ട് അവരെ നമ്മൾ ഉത്തമ പൗരന്മാരാക്കി വാർത്തെടുക്കുന്ന ഒരു പ്രോസസ്സിൽ മയക്കുമരുന്നുകളെ പറ്റിയിട്ട് വിവരങ്ങൾ ശേഖരിച്ച് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. നമുക്ക് വേണ്ടുന്ന റെസ്പോൺസിബിൾ സിറ്റിസൺറിയാണ്, ഉത്തരവാദിത്തമുള്ള പൗരന്മാർ, പ്രത്യേകിച്ച് കുട്ടികളാണ് നാളത്തെ പ്രതീക്ഷ. അപ്പൊ അവിടെയും ഒത്തിരി ഫണ്ടുകൾ ഉപയോഗിച്ചു. അതിന്റെ ഒന്നും ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ വരുന്നില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം കമ്മ്യൂണിറ്റി പോലീസിങ്ങും സ്റ്റുഡന്റ് പോലീസ് കോഡറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നല്ലതാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ ശുദ്ധീകരിക്കാനും കൂടുതൽ ശാക്തീകരിക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ കുറ്റവാളികൾക്ക് മനസ്സിലാകുന്നു നമുക്ക് പ്രശ്നമൊന്നുമില്ല. നല്ലൊരു സേയിങ് ഉണ്ട്, criminals think that they will not be caught. അല്ല ശ്രീ സക്കറിയ ജോർജ്, ഇതിനകത്ത് തുടക്കത്തിലേ പറയുന്നുണ്ട് പോലീസിന്റെ ഒരു അട്ടിമറി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഈ കൃത്യമായിട്ട് ഫോറൻസിക് പരിശോധനകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, ശാസ്ത്രീയ പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഈ അട്ടിമറി നടന്നു. അതായത് ഇനി എവിഡൻസ് ശേഖരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സാഹചര്യം. ചില ഉദ്യോഗസ്ഥരെ പോലും പണം കൊടുത്ത് വശത്താക്കി ആദ്യഘട്ടത്തിലൊക്കെ എന്നൊക്കെയാണ് ഈ ആക്ഷൻ കമ്മിറ്റി കൗൺസിൽ ഭാരവാഹികളൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു വലിയ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ക്രിമിനലിന് ഇത് നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ക്രിമിനൽ സപ്പോർട്ടൊക്കെ കിട്ടും. ചിലരൊക്കെ അറിയാതെ ചിലപ്പോൾ ഇതിന്റെ ഭാഗമായെന്നിരിക്കാം. കാര്യം നമ്മുടെ മനുഷ്യന്റെ സ്വഭാവം ഉണ്ടല്ലോ, ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ ഒരു ഹെൽപ്പർ എന്നുള്ള നിലയിൽ ചെയ്യും. ഇപ്പം കുഴിച്ചു മൂടാൻ വേണ്ടി കുഴി കുഴിക്കുന്ന സമയത്ത് ഒരാളെ വിളിച്ചേച്ച് പറയും പറമ്പിലൊരു കുഴി കുഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അയാള് നാളെ അവിടെ ഒരു അടക്കാൻ പോവുകയാണോ എന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കുന്നില്ലല്ലോ. അയാൾ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടായിരിക്കും ഒരു പാവപ്പെട്ട സാധു മനുഷ്യനെ, മനസ്സുകൊണ്ട് സാധുവായ ഒരു മനുഷ്യനെ വിളിക്കുന്നത്. അയാൾ അതിനകത്ത് വന്നുകൊണ്ട് അയാളെ കുറ്റകൃത്യത്തിൽ പെട്ടെന്നൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ ഒരു മൃതശരീരമൊക്കെ ഒറ്റയ്ക്ക് മറവി ചെയ്യാൻ പറ്റുമോ? കാര്യം ആൾക്കാരെ എല്ലാം ഒളിച്ചും പാത്തും വേണം ചെയ്യാൻ. അപ്പം പല ഡിസെപ്റ്റീവായിട്ടുള്ള കൗശലപൂർവ്വമുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കും. അപ്പം ആൾക്കാർ വന്നെന്നിരിക്കാം. പക്ഷെ ഞാൻ കാണുന്നത് ഇത് ഈ റീകൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമയം പോയി കഴിയുമ്പോൾ പല എവിഡൻസുകളും പെരിഷബിൾ ആണ്. ബയോളജിക്കൽ എവിഡൻസ് ആയ പല ജൈവ തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോകാം. മനുഷ്യന്റെ ഇതൊക്കെ ആകുമ്പം അത് ജീർണിച്ചു പോകാം. പിന്നെ ചിലപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വലിയൊരു ചലഞ്ചാണ്. പിന്നെ ഇപ്പൊ കോട്ടയം SP ആയിട്ട് ക്രൈംബ്രാഞ്ച് SP ആയിട്ട് ഇതിനകത്ത് അന്വേഷിക്കുന്ന ഗിരീഷ് എന്ന് പറയുന്നത് വളരെ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസറാണ്. ഗിരീഷ് കള്ളം കാണിക്കില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ അദ്ദേഹത്തിനും പരിമിതി ഉണ്ട്, കാലതാമസം കൊണ്ട്. അപ്പൊ നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. പക്ഷെ ഇങ്ങനെ വരുന്ന കുറ്റകൃത്യങ്ങൾ ദിവസവും ഇത്രയും ഉണ്ടായി നമ്മൾ കണ്ടു. ഗോവിന്ദചാമി ചാടുന്നു. എന്നിട്ടെല്ലാം നമ്മൾ കേരളത്തെ നമ്പർ 1 എന്നാണ് പറയുന്നത്. നമ്മൾ സ്വയം തീർച്ചയായിട്ടും ദയവായി തുടരുക ശ്രീ സക്കറിയ ജോർജ്. ഞാൻ തിരികെ എത്താം. ഈ